അമേരിക്കയുടെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള യുദ്ധവിമാനമായ F-35 ഇറാൻ്റെ ആകാശത്ത് മിഷൻ നടത്തുന്നതിനിടെ ആക്രമിക്കപ്പെട്ടതായ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം ഒരു അമേരിക്കൻ F-35 വിമാനം ഇറാൻ്റെ ആകാശത്ത് പറക്കുന്ന സമയത്ത് ഒരു മിസൈൽ ഉപയോഗിച്ച് ആക്രമിച്ചു എന്നാണ് പറയുന്നത്. അതിനുശേഷം ആ വിമാനം അടിയന്തരമായി ഇറക്കേണ്ട സാഹചര്യം ഉണ്ടായെന്നും അമേരിക്കയ്ക്ക് സൗഹൃദമുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലൊന്നിൽ സുരക്ഷിതമായി ഇറക്കിയതായും വിവരങ്ങൾ സൂചിപ്പിക്കുന്നു. ഇതിന് പിന്നാലെ ഇറാൻ ഭാഗത്തു നിന്ന് ഒരു വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട്. ആ വീഡിയോയിൽ അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചാണ് ഈ വിമാനത്തെ ആക്രമിച്ചതെന്ന് ഇറാൻ പറയുന്നു. പക്ഷേ ഈ വീഡിയോയുടെ സത്യാവസ്ഥ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. ഇത് യഥാർത്ഥമാണോ അല്ലയോ എന്നത് ഇപ്പോഴും വ്യക്തമല്ല. അമേരിക്ക ഔദ്യോഗികമായി ഇതിനെക്കുറിച്ച് യാതൊരു സ്ഥിരീകരണവും നൽകിയിട്ടില്ല. ഈ വാർത്ത അമേരിക്കയ്ക്ക് വളരെ നാണക്കേടായ ഒരു കാര്യമാണ്. കാരണം F-35 ലോകത്തിലെ ഏറ്റവും ആധുനികവും സ്റ്റീൽത്ത് സാങ്കേതിക വിദ്യയുമുള്ള യുദ്ധവിമാനങ്ങളിൽ ഒന്നാണ്. ഇത്തരം വിമാനങ്ങളെ റഡാറിലൂടെ കണ്ടെത്തുക വളരെ പ്രയാസമാണ്. അതിനാൽ ഇത്തരമൊരു വിമാനം ആക്രമിക്കപ്പെട്ടതായി സ്ഥിരീകരിച്ചാൽ അത് അമേരിക്കയുടെ സൈനിക രംഗത്ത് വലിയ സംഭവമായി കണക്കാക്കപ്പെടും. ഇപ്പോൾ ലോകമെമ്പാടും ഈ വിഷയത്തെക്കുറിച്ച് വലിയ ചർച്ചയാണ് നടക്കുന്നത്. എല്ലാവരും ഔദ്യോഗിക സ്ഥിരീകരണത്തിനായി കാത്തിരിക്കുകയാണ്. അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരാനാണ് സാധ്യത. ഇപ്പോൾ നിരവധി F-35 യുദ്ധവിമാനങ്ങൾ ഇറാൻ്റെ ആകാശത്തേക്ക് പോകുന്നതായി പറയപ്പെടുന്നുണ്ട്. ഇന്നത്തെ റിപ്പോർട്ടുകൾ പ്രകാരം ഇത്തരമൊരു വിമാനം ഇറാൻ്റെ പ്രതിരോധ സംവിധാനം ആക്രമിച്ചു എന്നാണ് പറയപ്പെടുന്നത്. F-35 യുദ്ധവിമാനങ്ങൾ ഇറാൻ്റെ നാവിക സേനയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലും ലക്ഷ്യമിട്ട് ആക്രമണം നടക്കുകയാണ്. ഇതിലൂടെ സ്ഥിതി വളരെ ഗുരുതരമാണെന്ന് മനസ്സിലാക്കാം. അതിനുശേഷം മറ്റൊരു വലിയ ബോംബർ വിമാനം കൂടി മിഷനിലേക്ക് പോകുന്നതായും പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ച് അമേരിക്ക പറയുന്നത് ഇറാൻ്റെ വ്യോമസേനയ്ക്ക് വലിയ നഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്നും പല വിമാനങ്ങളും നിലത്ത് തന്നെ നശിപ്പിക്കപ്പെട്ടതായും പറയുന്നു. അവസാനം ഒരു ബോംബർ വിമാനം പറക്കുന്നതിനിടെ മറ്റൊരു വിമാനത്തിൽ നിന്ന് ഇന്ധനം നിറയ്ക്കുന്നതും കാണുന്നുണ്ട്. ദൂരെ യാത്ര ചെയ്യുമ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു രീതിയാണ്. അതുപോലെയുള്ള പുതിയ ബ്രേക്കിംഗ് അപ്ഡേറ്റുകൾ അറിയാൻ ഇപ്പോൾ തന്നെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.